നമ്മുടെ സംസ്ഥാനത്ത്, അത് ഞാൻ ഇന്ത്യയിലെ മുഴുവനായിട്ട് പറയുന്നില്ല, നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രത്യേകതയുള്ളത്, എവിടെങ്കിലും എന്തെങ്കിലും വെറുതെ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ മുഴുവൻ നേരെ അങ്ങ് പോവും. അത്യാഗ്രഹമാണ്. പോവും. അങ്ങോട്ടങ്ങ് കൂടും. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് കാണാനുള്ളത്, വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് ചിലപ്പോൾ ഒരു സെയിലെന്നും പറഞ്ഞ് കടക്കാരിടും. അതിനൊരു പരസ്യം കൊടുക്കും. വലിയ വലിയ സ്ഥാപനങ്ങൾ അത് ചെയ്യാറുണ്ട്. വലിയ മാളുകളിലൊക്കെ, അതായത് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സാധനം വാങ്ങിച്ചിട്ട് അവരത് ലാഭത്തിന് വരുന്നതാണ്. ചൈനയിൽ നിന്നും അവിടെ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളും ഒക്കെയാണ് കൂടുതലും. അതിനൊക്കെ അത് ഞാൻ പറഞ്ഞ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനം കിട്ടും. തേർഡ് റേറ്റിൽ അവിടുന്ന് വാങ്ങിക്കൊണ്ട് വരുന്നതാണ്. കൊണ്ടുവന്നിട്ട് അതിൽ അവരൊരു 20% മാർജിനേ ഇടുകയുള്ളൂ. സാധാരണ ഒരു 60% മാർജിനൊക്കെ ഇട്ട് വിൽക്കുന്നതാണ്. ഇതൊരു 20% മാർജിൻ ഇടുമ്പോൾ തന്നെ നേരത്തെ വാങ്ങിക്കൊണ്ടിരുന്ന സാധനം, നല്ല ക്വാളിറ്റിയുള്ള സാധനത്തിൻ്റെ ഒരു പകുതി വില ഒക്കെ അടുത്ത്, ഒരു പകുതി കൂടുതൽ വിലയാവുള്ളൂ. പകുതി വിലയ്ക്ക് ഇടുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റോഡിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ഈ മാളുകളിലൊക്കെ ഒരു 2-3 ദിവസം ഇതുപോലെ ഈ മാമാങ്കം നടത്തും. അന്ന് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിൽ കൂടെ പോകണമെന്ന് വിചാരിച്ചാൽ ഒരു നിവൃത്തിയില്ല. വാഹനങ്ങളിലെ തിരക്ക് അങ്ങനെയാണ്, ആളുകളുടെ തിരക്കാണ്, ഒരു മാർഗവും ഇല്ല. ആ രീതിയിൽ ആളുകൾ പോകും. എന്നാൽ അവരും വിചാരിക്കണം ഇതിങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല ആർക്കും. അതായത് ഒരിക്കലും പകുതി വിലയ്ക്ക് ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞ് ഡിസംബർ ആയി കഴിഞ്ഞാൽ ഉടനെ ക്ലിയറൻസ് സെയിലാണ്. കാരണം അവിടെ എല്ലാം അടിച്ചു തൂത്ത്, എന്നാൽ അത് അങ്ങ് വിട്ടേക്കുക. അതുവരെ ഇത്രാം തീയതി മുതൽ ക്ലിയറൻസ് അത്, അതിൻ്റെ തലേന്ന് വരെയുള്ള വില എന്ന് പറഞ്ഞാൽ ഇന്ന വില. ഇവിടെ എല്ലാം നല്ല സാധനങ്ങൾ ഈ പറഞ്ഞത് മാതിരി ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ തേർഡ് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് അതിന് നല്ല ഒരു അവര് ലാഭം കിട്ടുന്ന ഒരു മാർജിനും ഇട്ട് അങ്ങ് വിൽക്കും. അപ്പൊ അവിടെ അതിനോടൊപ്പം മറ്റു സാധനങ്ങൾ വാങ്ങിക്കാനും ആളുകൾ തയ്യാറാവും അവിടുന്ന്. ആ രീതിയിൽ ചെല്ലുമ്പോൾ പലയിടത്തും സംഭവിക്കുന്നതാണ്. അതേപോലെ പണ്ട് ഈ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ ടെക്സ്റ്റൈൽ ബിസിനസ്സിലൊക്കെ ഈ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ, ഈ സെയിൽ ഇടാൻ വേണ്ടി തന്നെ ഉള്ള സാധനങ്ങൾ ബാംഗ്ലൂരിലും ഒക്കെ കിട്ടും, ഇഷ്ടംമാതിരി കിട്ടും. സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അത് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഇന്നതുപോലെ സെയിൽ മാമാങ്കം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കയറാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ അതാരും അങ്ങനെ വാങ്ങിക്കാറില്ല. ഒരുപാട് അത് കുറവുണ്ട് ടെക്സ്റ്റൈൽ ഫീൽഡിൽ. പക്ഷേ ഇതല്ലാത്ത സാധനങ്ങൾ പോയി സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ ആളുകൾ വാങ്ങാനായിട്ടുള്ള തിരക്കാണ് എല്ലാവർക്കും. ആ വാങ്ങുന്ന സാധനങ്ങളൊന്നും കൊള്ളുകയില്ല എന്നും അത് പെട്ടെന്ന് ചീത്തയാവുന്നതാണെന്നും ആളുകൾ തിരിച്ചറിയുന്നില്ല. ഇനി ഇപ്പോഴത്തെ കാലത്ത് ഇത് പറയാൻ കാരണം, അനന്തു എന്ന് പറയുന്ന ഒരു മിടുക്കൻ ഉണ്ടായിരുന്നു. കാരണം ഇത് ആളുകളെ എങ്ങനെ കളിപ്പിക്കണം എന്ന് നോക്കി നടക്കുന്ന, റിസർച്ച് ചെയ്ത് നടക്കുന്നവന്മാരുണ്ട്. വലിയ മിടുക്കന്മാരാവന്മാർ കേട്ടോ. അവർ ഈ കള്ളന്മാരെല്ലാം നല്ല മിടുക്കന്മാരാണ്. വലിയ കള്ളന്മാരെന്ന് പറയുന്നത് നല്ല മിടുക്കന്മാരാണ്. കാരണം നല്ല ബുദ്ധിയുണ്ട് അവർക്ക്. അവന്മാർ അന്യന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ അവന്റെ പോക്കറ്റിൽ എങ്ങനെ വരുത്തണം എന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് അവൻ കണ്ടുപിടിക്കുന്ന മാർഗങ്ങളാണ്. യമ ഒരു പുതിയ മാർഗം കണ്ടുപിടിച്ചു. കുറഞ്ഞ കാലം കൊണ്ട് 1,000 കോടി രൂപ അടിച്ചെടുത്തു. ഇടുക്കിയിലും അതുപോലെ തന്നെ കർണാടകയിലും ഒക്കെ ഇഷ്ടമാതിരി വസ്തു വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് ഒരുപാട്. അതിന്റെ അക്കൗണ്ടിൽ നോക്കിയപ്പോൾ ഏതാണ്ട് 3.25 കോടി രൂപയും ബാങ്ക് അക്കൗണ്ടിൽ കിടപ്പുള്ളൂ. ബാക്കിയെല്ലാം ഇതേപോലുള്ള ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇഷ്ടംമാതിരി. ഇനി അതൊന്ന് പിടിച്ചെടുക്കാനൊക്കെ അവന്റെ പേരിൽ തന്നെ ആയിരിക്കണമെന്നൊന്നുമില്ല, കണ്ടവന്റെ പേരിലായിരിക്കും. ഇനി അതിന് എന്ത് നൂലാമാലകളുണ്ടെന്നറിയോ? എത്ര പേര് വഞ്ചിക്കപ്പെട്ടു. എന്നിട്ട് ഒരു സീഡ് സൊസൈറ്റി എന്നുള്ള പേരിൽ കേട്ടോ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നോ ഏതാണ്ട് ഒരു പേര് വിട്ട് സീഡ് സൊസൈറ്റികൾ എന്നുള്ള ഓരോ ബ്ലോക്ക് പഞ്ചായത്തിലും അങ്ങ് ഇറക്കി. അതിനു മുമ്പ് ചെയ്ത പണി എന്നൊക്കെ പറഞ്ഞാൽ, നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയോടൊപ്പം നിൽക്കുന്ന ചിത്രം, അതേപോലെ തന്നെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ പോയി റീത്ത് വെക്കുന്ന ആ പടം തുടങ്ങിയതെല്ലാം അങ്ങ് പ്രസിദ്ധീകരിക്കുകയാണ്. എന്നിട്ട് ചെയ്ത പരസ്യം എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? വളരെ വലിയ രസകരമായ ഒരു കാര്യമാണ്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ. ആദ്യം സ്കൂട്ടറായിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ സ്ത്രീകൾക്ക്, കാരണം അത് സ്ത്രീകളെ അട്രാക്ട് ചെയ്യാൻ എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ്. ഇരുചക്ര വാഹനം പകുതി വിലയ്ക്ക് കിട്ടും. ഇപ്പോൾ ഒരു 1.5 ലക്ഷം രൂപ വിലയുള്ള ഒരു സ്കൂട്ടർ 75,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും വാങ്ങിക്കാൻ പോകും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ കൊടുക്കുന്നു അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷനും വന്നു. കാര്യം അത് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്കീം ഉണ്ടല്ലോ, കോർപ്പറേറ്റ്സിന്റെ CSR ഫണ്ട്. ആ CSR ഫണ്ട് എന്ന് പറയുന്നത് ഇവനൊന്നും CSR ഫണ്ടൊന്നും കൊടുക്കാൻ കമ്പനികൾക്ക് ഒക്കത്തില്ല. കാരണം CSR ഫണ്ടിലേക്ക് കൊടുക്കുന്ന പണത്തിന് ഇൻകം ടാക്സ് എക്സംഷൻ ഉണ്ട്, ടാക്സ് എക്സംഷൻ ഉണ്ട്. അപ്പോൾ അത് വരുന്നുണ്ടെ ഈ കമ്പനികൾ അവരുടെ ലാഭത്തിന്റെ ഒരു നല്ല വിഹിതം, ഒരു സൈസബിൾ ആയിട്ടുള്ള വിഹിതം CSR ഫണ്ടെന്ന് കൊടുക്കും. നമ്മുടെ പ്രധാനമന്ത്രിയുടെ PM റിലീഫ് കെയറിലൊക്കെ കൊടുക്കുന്ന കണ്ടില്ലേ?
അതൊക്കെ സോഷ്യൽ CSR ഫണ്ടെന്ന് പറഞ്ഞെടുത്ത് കൊടുക്കുന്നതാണ് കമ്പനികൾ. അത് ചുമ്മാ പോകുന്നതാണ്. അതൊക്കെ പാർട്ടി പ്രവർത്തനത്തിനും അതിനും ഇതിനും പോകുന്ന കാര്യമാണ്. അല്ലാതെ അതിന് അക്കൗണ്ടബിലിറ്റി ഇല്ല, ഒന്നും കണക്കില്ല, ഒന്നുമില്ല. അത് ചോദിക്കാനും പാടില്ല. ആ ആ കാഴ്ചപ്പാടാണ്. അങ്ങനെ കൊടുക്കും. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുക്കുന്നത് CSR ഫണ്ടിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്. അത് അപ്പോൾ നാട്ടിലെ ഡെവലപ്മെന്റിന് വേണ്ടിയും പൊതുപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ജനങ്ങളുടെ ഉന്നമനത്തിന് ക്ഷേമത്തിനും വേണ്ടിയും ഒക്കെ ഉള്ള രീതിയിൽ കൊടുക്കേണ്ട ഈ ഫണ്ട് ഇതേപോലെ ഇവർ ധൂർത്തടിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യവനും പറഞ്ഞു CSR ഫണ്ട് കമ്പനികളെല്ലാം തരുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്, പകുതി വിലയ്ക്ക് സ്കൂട്ടർ. ഒരുപാട് പേര് അതിൻ്റെ പുറകെ അങ്ങ് ചെന്നു കേട്ടോ. അപ്പോഴേ കോടികളാണ് അതിൻ്റെ പുറകെ മറിഞ്ഞത്. ചെന്നു അത് പിരിച്ചെടുക്കാനായിട്ട് ഈ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ സീഡ് സൊസൈറ്റികൾ കേട്ടോ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് സൊസൈറ്റികൾ എന്ന് പറഞ്ഞുള്ള രീതിയിൽ സീഡ് സൊസൈറ്റി. പിന്നെ അതുപോലെ തന്നെ അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ജനപ്രതിനിധികൾ, MLA മാർ, മന്ത്രിമാർ, ഇവരെയൊക്കെയാണ് ഇതിൻ്റെ വിതരണോദ്ഘാടനത്തിന് വിളിച്ചു വരുത്തുന്നത്. സ്കൂട്ടർ കൊടുക്കുന്നു. ആദ്യം ഒരു 30 പേരുടെ പണം കൈ കിട്ടിക്കഴിഞ്ഞാൽ, സ്കൂട്ടറിൻ്റെ പണം നമുക്കറിയാമല്ലോ, 30 പേരുടെ പണം കൈ കിട്ടിക്കഴിഞ്ഞാൽ, പകുതി വെച്ചുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു 3 പേർക്ക് അല്ലെങ്കിൽ 4 പേർക്ക് സ്കൂട്ടർ കൊടുക്കും. അപ്പം എന്ത് ലാഭമാണ് അവന് ഉണ്ടാവുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇവരുടെ സ്കൂട്ടറിന് മുഴുവൻ ചെലവ് വേണം, അത്രയും പണമാവും. എന്നിട്ട് ഈ കമ്പനികളുണ്ടല്ലോ, ഈ സ്കൂട്ടർ കൊടുക്കുന്ന കമ്പനികൾ, ആ കമ്പനികളെ പറ്റിച്ചിട്ടുണ്ട് ഒരുപാട്. കാരണം അവരുടെ ഇന്ന് ബൾക്ക് പർച്ചേസ് അല്ലേ. അങ്ങനെ വരുമ്പോൾ ഒരു 3 സ്കൂട്ടർ കൊടുക്കും. ഈ 3 സ്കൂട്ടർ കൊടുക്കുന്ന ആരാ? നമ്മുടെ മന്ത്രിയൊക്കെ പല്ലുമൊക്കെ കാണിച്ചുകൊണ്ട് MLA-മാരും ഒക്കെ വന്ന് നിന്ന് ഇതങ്ങോട്ട് പറക്കി കൊടുക്കും. അതോടുകൂടി ഇത് വിശ്വാസ്യത കൂടുകയാണ്. അങ്ങനെ ഒരുപാട് പേരെ അതിനൊക്കെ വേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഫിഡവിറ്റ്, അത് അഫിഡവിറ്റ് അറ്റസ്റ്റ് ചെയ്യണം. അഫിഡവിറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ ഒരു നോട്ടറി എറണാകുളത്ത്, ഒരു അഭിഭാഷകനാണ്. അത് നമ്മൾ ചിന്തിക്കണം, എന്ത് ആ ലെവൽ താന്നു പോകുന്നത് കണ്ടോണം. കൂട്ടി നിൽക്കുകയാണ് ഇതിന്, കള്ളത്തരത്തിന്. അത് അങ്ങോട്ട് അറ്റസ്റ്റ് ചെയ്ത് അത് വലിയ തുകയും വാങ്ങിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. പണം അങ്ങനെ എത്ര ലക്ഷക്കണക്കിന് രൂപ ആ ഇനത്തിൽ മാത്രം. ഇതേപോലെ എന്നിട്ട് ഇവന് ഞാൻ പറഞ്ഞില്ല, ഈ 3 സ്കൂട്ടർ കൊടുക്കുമ്പോൾ അതിന് ഫുൾ വില കൊടുക്കണം. അതായത് ഈ 6 എണ്ണത്തിൻ്റെ, അതായത് ഈ പൈസ അവന് ചിലവാകും. കാരണം മറ്റേ കളക്ട് ചെയ്തേക്കുന്ന പകുതി വീതമല്ല ഉള്ളൂ, പകുതി പണമാണല്ലോ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ 3 എണ്ണം കൊടുക്കണമെങ്കിൽ ഈ 6 സ്കൂട്ടറിൻ്റെ വില ഇവന് പോവും. ബാക്കി ഈ 30 പേരുടെ കയ്യിൽ നിന്നുള്ള 24 സ്കൂട്ടറിൻ്റെ പകുതി കാശ്, അതായത് 12 എണ്ണത്തിൻ്റെ വില. ഈ രീതി നമ്മൾ കണക്കാക്കിയാലേ മനസ്സിലാവുള്ളൂ. ഈ 12 എണ്ണത്തിൻ്റെ വില ഇവൻ്റെ കയ്യിലായി മുഴുവൻ. ഇതേപോലെ കോടികളാണ് എല്ലാ നമ്മുടെ ജില്ലകളിൽ നിന്നും പിരിച്ചു വെച്ചേക്കുന്നത്, എടുത്തേക്കുന്നത്. എത്ര എണ്ണം? അനന്തകൃഷ്ണന്റെ കൂട്ടാളി അനന്തകുമാർ എന്ന് പറയുന്ന ആള്, അയാള് ചെയ്ത പണി എന്ന് പറഞ്ഞാൽ വളരെ ഇങ്ങനെ ചില പണികൾ ഇവന്മാർ ചെയ്യും. നമ്മുടെ ബഹുമാന്യനായ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ, അദ്ദേഹത്തിന് എനിക്കറിയാം, വളരെ സംശുദ്ധമായ പ്രവർത്തനം നടത്തുന്ന ആളാണ്. ഒരു കാരണവശാലും അദ്ദേഹം ആരെയും ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തില്ല. വളരെ അത്രത്തോളം നല്ല വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് പോയി ഇതേപോലെ ഇങ്ങനൊരു വലിയ സംരംഭമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തോന്നി, വനിതകൾക്കൊക്കെ ഈ സ്കൂട്ടറൊക്കെ പകുതിക്ക് കൊടുക്കല്ലേ, അദ്ദേഹം ഇതിൻ്റെ ചതിക്കുഴി ചിന്തിക്കുന്നില്ല. അപ്പോൾ അതിനകത്ത് അദ്ദേഹം വീണുപോയെന്ന് പറഞ്ഞതിൻ്റെ കാരണം, അദ്ദേഹത്തിന് ഞങ്ങളൊന്ന് ഉപദേശകനായിട്ട് വെച്ചോട്ടെ എന്ന് ചോദിച്ചു, അഡ്വൈസറായിട്ട്. ആയിക്കോട്ടെ, കാരണം നല്ലൊരു കാര്യമല്ലേ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു കാര്യമായതുകൊണ്ടാണ് അദ്ദേഹം നിന്നത്. ഇപ്പം എന്നെ തന്നെ ഒരുപാട് പേര് പല കാര്യങ്ങളിലും പേറ്റർനായിട്ടൊക്കെ വെക്കാറുണ്ട്. ഇപ്പം ഞാൻ ഭയന്നിരിക്കുകയാണ് പല കാര്യങ്ങളിലും. കാരണം ഇത് എന്തിലാണ് ഇത് വരുന്നതെന്ന് നമുക്കറിയില്ല. ചിലർ വന്ന് ചോദിക്കും പേറ്റർനാക്കിക്കോട്ടെ എന്ന് ചോദിക്കും. നല്ലൊരു കാര്യമാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കും. ഇവർക്ക് വേറെ കള്ളത്തരവോ കേസോ വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കും. ഇല്ലെന്ന് മനസ്സിലാക്കുന്നുണ്ടേ ശരി എന്ന് നമുക്ക് പറയാൻ വെച്ചോ, നമുക്ക് വേറെ ശല്യമൊന്നുമില്ല, നമ്മളതിന് പോകത്തൊന്നുമില്ല. ഇങ്ങനെ വെക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ചില മനുഷ്യാവകാശ സംഘടനകളെന്ന് പറയുന്നവർ. അതിൽ 1-2 ഞാനുണ്ട് ഇതിൻ്റെ പേറ്റർനായിട്ട്. അതോടുകൂടി ബാക്കിയുള്ളതൊക്കെ നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പടവും കാണിച്ച് പണം പിരിക്കുന്നതായിട്ട് അറിഞ്ഞു. അതോടുകൂടി അതെല്ലാം ക്യാൻസൽ ചെയ്ത് ഇപ്പം ഞാൻ വരുന്നവർക്കൊന്നും ഈ പേറ്ററായിട്ട് നിൽക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. ഇദ്ദേഹത്തിനെ ഉപദേശകനായിട്ട് വെച്ചു. ഇത് തട്ടിപ്പിൻ്റെ ശരിയാന്നൊരു ചെറിയ മണം അടിച്ചപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇത് എന്നെ പേറ്റൺ സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കണം. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഉപദേശവും വാങ്ങിയിട്ടില്ല, അങ്ങനെയുണ്ട് എന്ന്. അതാ ഞാൻ പറഞ്ഞ, അദ്ദേഹം പോലും ഈ ചതിക്കുഴിയിൽ വീണു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. വളരെ കഷ്ടമാണ്. നമ്മൾ ഈ ഒന്നാമത് ഈ പൊതുരംഗത്ത് തന്നെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തന്നെ
വളരെ ബുദ്ധിമുട്ടാണ്. എപ്പോഴും വളരെ ജാഗരൂകരായിരിക്കണം. അപ്പോൾ ഇത് പോരാതെ പുതിയതായിട്ടൊരു പരിപാടി കണ്ടുപിടിച്ചു. അതായത് ഈ തയ്യൽ മെഷീൻ. ആ അതും ഈ സ്ത്രീകളെ വീട്ടിൽ തന്നെയുള്ള ഏറ്റവും എളുപ്പം മാർഗ്ഗമാണ്. പകുതി വില തയ്യൽ മെഷീന് പകുതി വില. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഓരോ സാധനങ്ങൾ പതുക്കെ അതങ്ങോട്ട് തുടങ്ങി. ഇതിന്റെ കണക്ക് ആർക്കെങ്കിലും അറിയാവോ? അതല്ല. അവസാനം ഈ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കിട്ടും 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 എന്ന് പറയും. തീർന്നു. ഇത് ആരുടെ അടുത്ത് ചോദിക്കണം? ഇപ്പോൾ ഈ സൊസൈറ്റി സീഡ് സൊസൈറ്റിയുടെ കീഴിൽ വേറെ ഒരുപാട് സംഘങ്ങൾ സൊസൈറ്റികൾ അങ്ങ് രൂപീകരിക്കുകയാണ് ഓരോന്നൊക്കെ. അവരെല്ലാം അവസാനം ഈ ഏജൻസ് ആണ് അവരെല്ലാം. ഇപ്പൊ ഏജന്റുമാർ കുടുങ്ങിയിരിക്കുക. കാരണം ആളുകൾ അവിടെ പൈസയും ചോദിച്ചുകൊണ്ട് ചെല്ലും. ഏതായാലും ഇപ്പൊ എറണാകുളത്തുള്ള ഒരു ഒരിടപാടുകാർ ഏതാണ്ട് കുറെ പേരുടെ പൈസ സെറ്റിൽ ചെയ്തെന്ന് പറയുന്നത് കേട്ടു കേട്ടോ. ഇങ്ങനെ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടു. എന്നാലും ഇവിടെ പൈസ പോകും. നമ്മൾ ജനങ്ങൾ എന്നിട്ട് ഇത് മാത്രമോ, ഇതിന് വിശ്വാസ്യത കിട്ടാനൊക്കെ വേറെ പരിപാടിയുണ്ട്. ഇത് പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേക സ്കീമാണ്. അദ്ദേഹത്തിന്റെ ഒരു പടം അതിന്റെ കൂടെ അങ്ങോട്ട് വെക്കും. എന്നിട്ട് പറഞ്ഞു പരത്തുന്നതാണ്. അത് ഏജൻസി വഴിയും അതിന് പരസ്യമൊന്നും ചെയ്തില്ല. എന്നിട്ട് പറയും അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക സ്കീമാണ്. അപ്പൊ ഇത് നോക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ഏതാണ്ട് വെറുതെ കൊടുക്കുന്നുവല്ലോ ഗവൺമെന്റ്. അതിനു വേണ്ടിയുള്ള ഒരു സ്കീമാണ് എന്നുള്ള ഒരു ധാരണയും കൂടെ കൊടുക്കും. അപ്പൊ വിശ്വാസ്യത കൂടും. ദയവ് ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കൊരാൾ ഒരു സാധനം വെറുതെ തരുമെന്ന് പറയുമ്പോൾ അവന് വെറുതെ തരാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ അച്ഛനും അമ്മയൊന്നും അല്ലല്ലോ അവൻ. ഒന്നും തരാൻ പറ്റില്ല. അപ്പം അല്ലെങ്കിൽ നമ്മളോട് അത്രയും സ്നേഹം വേണം. അങ്ങനെയുള്ള ഒരു ഇതിനും ഇല്ല. എന്തെങ്കിലും നമുക്ക് വെറുതെ തരാമെന്ന് പറഞ്ഞാൽ അതിലൊരു ചതിയുണ്ട് എന്ന് അപ്പം തിരിച്ചറിയണം. പകുതി വിലയ്ക്ക് ഒരു സാധനം തരാമെന്ന് പറഞ്ഞാൽ അതിനകത്ത് നല്ല ചതിവുണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം ഒരു പകുതി വിലയ്ക്ക് ഒരു സാധനം തരണമെങ്കിൽ ഒന്നുകിൽ അവന് ആ സാധനം വിൽക്കുമ്പോൾ 50% മാർജിൻ അത് വരുന്നു. അതായത് അവന് കിട്ടുന്നത് 50% വിലയ്ക്ക് അവൻ കിട്ടുന്ന സാധനം അവൻ തരുന്നു. അവൻ വെറുതെ അങ്ങനെയാണെങ്കിൽ സൗജന്യമായിട്ട് തരാം. ഒരു മനുഷ്യരും 50% വിലയ്ക്ക് ഒരു സാധനം കൊടുക്കത്തില്ല. അത് കൊടുക്കാൻ പറ്റുന്നതല്ല. അത് കേൾക്കുമ്പോഴേ മനസ്സിലാവണം. ഇപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഏതാണ്ട് ഇപ്പോൾ ഓരോന്നിൻ്റെ പരസ്യം വരുന്നുണ്ടോ? ഞാൻ ഒരു ഫണ്ടിനെ കുറിച്ചുള്ള ഒരു പരസ്യം ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനകത്ത് പറയും കാര്യങ്ങളെല്ലാം പറയും, ഭയങ്കര നല്ലതാണ്, എല്ലാവർക്കും എല്ലാം കിട്ടും, എല്ലാം റെഡിയാണ് എന്നൊക്കെ അങ്ങോട്ട് പറയും. പറഞ്ഞിട്ട് അതിനകത്ത് പടപടാന്ന് ആർക്കും കേൾക്കാത്ത ഈ സ്കീം മറ്റേതിന് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുവരെയുള്ളതെല്ലാം പതുക്കെ പറയും. ബാക്കി ഇതിനകത്ത് പ്രശ്നമുള്ള ഒരു കാര്യമുണ്ട്, ഒരു സംഭവം. അത് ചെറിയ അക്ഷരത്തിൽ എഴുതി കാണിക്കും. അത് പറയുന്നത് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ അവർ പറയും. ബ്ലേഡായിട്ട് നമ്മൾ കാണുന്ന പോലെയാണ്, ബ്ലേഡായിട്ട് നമ്മൾ കേൾക്കും. ആ രീതിയിൽ പറയുക. ഇതൊക്കെ നിങ്ങൾ മനുഷ്യർ തിരിച്ചറിയണം. നമുക്ക് വെറുതെ ആരെന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് സുഹൃത്തെ എനിക്ക് വേണ്ട ഇത് പറയണം. അതുകൊണ്ട് ഇന്ന് എനിക്ക് തന്നെ ഒരുപാട് ഓഫർ, ഇന്ന് എനിക്ക് വെറുതെ ഏതാണ്ടൊക്കെ ഇത്രയേ ഉള്ളൂ, മറ്റേതുണ്ട്, ഇതൊക്കെ ഉണ്ട്, ഞാൻ അനങ്ങതിനെ റെസ്പോണ്ട് ചെയ്ത് എനിക്ക് വേണ്ട. ഞാനൊന്നും വെറുതെ ഇരുന്ന് വാങ്ങിക്കത്തുമില്ല. എനിക്ക് പകുതി തരാമെന്ന് പറയുന്ന സാധനം ഒരിക്കലും ഞാൻ വാങ്ങിക്കത്തില്ല കേട്ടോ. അത് ചിലപ്പോൾ ഈ കടകളിലൊക്കെ പച്ചക്കറിയൊക്കെ ചിലപ്പം വിലയ്ക്ക് കുറച്ചിടും. നോക്കിയിട്ട് പോയി നോക്കി നല്ല പച്ചക്കറി ആണെങ്കിൽ അത് ഇവിടുന്ന് ആൾ പോയി വാങ്ങാറുണ്ട്. എപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു സാധനവും പകുതി വിലയ്ക്ക് കിട്ടുന്ന സാധനമാണെങ്കിൽ ഞാൻ ഇലക്ട്രോണിക് ഐറ്റംസോ അങ്ങനെയുള്ളതോ ഒന്നും വാങ്ങിക്കത്തില്ല. ഇതിന് ഇപ്പം എനിക്ക് രസകരമായിട്ടുള്ളത് എൻ്റെ ഡ്രൈവർ നിർബന്ധം തന്നെത്താൻ ഏതാണ്ട് ഈ മൊബൈൽ ഹോൾഡ് ചെയ്യാൻ കാറിനകത്ത് കൊടുക്കാനുള്ള ഒരു സാധനം കേട്ടോ, ഓൺലൈനിൽ ഏതാണ്ട് പകുതി വിലയെന്ന് പറഞ്ഞ് പരസ്യം. ഞാൻ പറഞ്ഞത് വാങ്ങിക്കല്ലേ എന്ന് കേട്ടില്ല കേട്ടോ, വാങ്ങിക്കരുത് കളിപ്പീരാന്ന് ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല, വാങ്ങിച്ചു. അവസാനം എന്തോ ഈ സാധനം ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 3 ദിവസം അത് ഉപയോഗിക്കാൻ പറ്റിയ ആകെ അതേ ഉള്ളൂ, കാര്യം തീർന്നു. അതിന് പണം പോയി. ഇപ്പൊ പകുതി വിലയ്ക്ക് കൊടുത്ത് വാങ്ങുകയാണ്. ഒരു സാധനവും നിങ്ങൾക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള സാധനങ്ങൾ പകുതി വിലയ്ക്ക് തരാമെന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ വാങ്ങരുത്, അപകടമാണ്.